സോ സ്ട്രക്ചറൽ അനാലിസിസിലെ പ്രോബ്ലമാണ് ഇപ്പോൾ ഇവിടെ ഒരു കാൻറ്റിലിവർ ബീം എ ബി ആണ് കാണിക്കുന്നത്. ക്വസ്റ്റ്യൻ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ആണ്, ഫ്രീ എൻഡിൽ ഡിഫ്ലക്ഷൻ. അപ്പോൾ ഡിഫ്ലക്ഷൻ അറ്റ് ദ ഫ്രീ എൻഡ് ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഇൻ്റഗ്രൽ ഡെൽറ്റ എം ബൈ എം എം ഇൻറ്റു എം ബൈ ഇ ഐ ഡി എക്സ്. ഈ എമ്മും എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ. ദിസ് ഈസ് ദ കാൻറ്റിലിവർ ബീം. അപ്പോൾ ഈ കാൻറ്റിലിവർ ബീമിൽ ഒരു സെക്ഷനേ ഉള്ളൂ. ഇത് ഒരു സെക്ഷനേ ഉള്ളെന്ന് പറഞ്ഞാൽ എ ബി, അപ്പോൾ ഒരു സെക്ഷൻ ഉള്ളൂ. ഈ കാൻറ്റിലിവർ ബീം ഒരു എക്സാമ്പിളാണ് ഞാൻ വരയ്ക്കുക, എ സി ബി ഡി. അപ്പോൾ എത്ര സെക്ഷൻ ഉണ്ട്? 3 സെക്ഷൻ ഉണ്ട് അല്ലേ? ബി തൊട്ട് ഡി വരെ ഒരു സെക്ഷൻ, ബി തൊട്ട് സി വരെ ഒരു സെക്ഷൻ, സി തൊട്ട് എ വരെ ഒരു സെക്ഷൻ. എപ്പോഴും ഓർക്കുക, കാൻറ്റിലിവർ ബീമിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ഫ്രം ഫ്രീ എൻഡിൽ നിന്നായിരിക്കണം. എപ്പോഴും ഫ്രീ എൻഡിൽ നിന്നായിരിക്കണം കാൻറ്റിലിവർ ബീമിൽ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു സെക്ഷനുള്ളൂ. അപ്പോൾ ഇങ്ങനത്തെ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ പ്രോബ്ലം വന്നാൽ ആദ്യം നമ്മൾ സെഗ്മെൻറ്റ് എടുക്കണം. സെഗ്മെൻറ്റ്, ഒറിജിൻ, പിന്നെന്താ ലിമിറ്റ്, ക്യാപിറ്റൽ എം, സ്മോൾ എം. എന്താ സെഗ്മെൻറ്റ്? ഇതിൽ ഒരു സെഗ്മെൻറ്റേ ഉള്ളൂ അല്ലേ? സെഗ്മെൻറ്റ് എപ്പോഴും ഫ്രീ എൻഡിൽ നിന്ന് ട്രാവൽ ഉണ്ട്. അപ്പോൾ എ ബി ആണ് നമ്മളുടെ സെഗ്മെൻറ്റ് എ ബി. അപ്പോൾ എ ബി ആയിട്ട് ഒറിജിൻ എവിടെ ആയിരിക്കും? എയിൽ നിന്നല്ലേ തുടങ്ങുന്നത്. അപ്പോൾ ഒറിജിൻ എ. ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എ ബി ആ സെഗ്മെൻറ്റ് എവിടെ തൊട്ടാൽ നമ്മൾ എയിൽ നിന്ന് തുടങ്ങുക. അപ്പോൾ ഇവിടെ ഒരു 0 എന്ന് കൊടുക്കുക. അപ്പോൾ ബി എത്തുമ്പോൾ ഇതെന്താ ഫുൾ സ്പാൻ എന്താ എൽ. അപ്പോൾ 0 to L ആണ് നമ്മളുടെ ലിമിറ്റ്. ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ഈ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ മൊമെൻറ്റ്. ഈ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ മൊമെൻറ്റ് എങ്ങനെ എടുക്കുന്നത് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഇതാണ് നമ്മളുടെ കാൻറ്റിലിവർ ബീം എ ബി. അപ്പോൾ എ ബി ഇതാണ് ഒരു യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. എയിൽ യൂണിറ്റ് ലോഡ്, യൂണിറ്റ് ലോഡ് ആക്ട് ചെയ്യുന്നു. അപ്പം ഈ ഒരു കാൻറ്റിലിവർ ബീമിൻ്റെ സെക്ഷൻ എടുക്കുന്നത് ഇതിൻ്റെ ലെങ്ത്ത് L ആണ്. അപ്പോൾ ഒരു എയുടെ ബിയുടെ ഇടയ്ക്ക് ഒരു സെക്ഷൻ ലൈൻ ഞാൻ വരച്ചു. ആ ഒരു ലൈൻ എയിൽ നിന്നും എക്സ് ഡിസ്റ്റൻസ് ആണ്. അപ്പം മൊമെൻറ്റ് എപ്പോൾ എടുക്കുന്നത് ഞാൻ ഒരു ടെക്നിക്ക് പറഞ്ഞുതരാം. റൈറ്റിൽ ഇത് താഴോട്ടുള്ള ഫോഴ്സ്. അപ്പോൾ താഴോട്ടാകുമ്പോൾ നെഗറ്റീവ് എടുക്കണം. പക്ഷേ നമ്മൾ യൂണിറ്റ് ലോഡ് മെത്തേഡിൽ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് മൊമെൻറ്റ് എം എക്സ് എക്സ് മൊമെൻറ്റ് അബൌട്ട് ദി സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഗറ്റീവ് കൺസിഡർ ചെയ്യുന്നില്ല, പോസിറ്റീവ് ആയിട്ട് ചെയ്യുന്നത്. ലോഡ് ഡബ്ല്യു, മൊമെൻറ്റ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്, ഡബ്ല്യു ഇൻറ്റു എത്ര ആ സെക്ഷൻ എക്സ്, എ സെക്ഷൻ വരെയുള്ള ദൂരം ഫോഴ്സ് WX ആണ് നമ്മളുടെ മൊമെൻറ്റ്. അപ്പോൾ ക്യാപിറ്റൽ എം നമുക്ക് ധൈര്യമായിട്ട് WX എന്ന് കൊടുക്കാം. ഇനി സ്മോൾ എം എന്താണ്? സ്മോൾ എം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഒരു കാൻറ്റിലിവർ ബീമിനെ വീണ്ടും നമ്മൾ വരയ്ക്കണം. വീണ്ടും വരച്ചിട്ട് നമ്മൾ എവിടാണോ എപ്പോഴും ഈ ക്വസ്റ്റ്യനിൽ ഡിഫ്ലക്ഷൻ ചോദിക്കുന്നത്, ഈ ക്വസ്റ്റ്യനിൽ ഡിഫ്ലക്ഷൻ അറ്റ് ഫ്രീ എൻഡ് ആണ്. അപ്പോൾ ഫ്രീ എൻഡിൽ എവിടാണോ ഡിഫ്ലക്ഷൻ ചോദിക്കുന്നത് അവിടെ ഒരു യൂണിറ്റ് ലോഡ് 1 kN അപ്ലൈ ചെയ്യണം. അങ്ങനെ ആയിരിക്കണം നമ്മൾ എല്ലാ പ്രോബ്ലവും ചെയ്യേണ്ടത്. ഡിഫ്ലക്ഷൻ എവിടെയാണോ ചോദിക്കുന്നത് അവിടെ ഒരു യൂണിറ്റ് ലോഡ് കൊടുക്കണം. എന്നിട്ടുള്ള മൊമെൻ്റ് എടുക്കണം, സ്മോൾ MXX. അപ്പോൾ ഒരു സെക്ഷൻ വരച്ച് ഞാൻ വെറുതെ ഒരു സെക്ഷൻ വരച്ചു. അപ്പോൾ ആ എ തൊട്ട് ഇവിടം വരെ എക്സ് ആണ്. അപ്പോൾ 1 × X എത്ര? എക്സ്. നെഗറ്റീവ് സൈഡ്, പക്ഷെ നമുക്കിതിൽ നെഗറ്റീവ് ഒന്നും കൺസിഡർ ചെയ്യണ്ട. അപ്പോൾ എക്സ്. ഇനി ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ അല്ലേ, ഇത് ഏത് സെക്ഷനാണ്? എ ബി എന്ന് പറഞ്ഞ സെക്ഷനിൽ എ ബി, ഇൻ്റഗ്രൽ എ ബി ക്യാപിറ്റൽ എം ഇൻറ്റു സ്മോൾ എം ബൈ ഇ ഐ, ഇ യങ്സ് മോഡുലസ് ഐ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ ഡി എക്സ്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ഇ ഐ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് ഇ ഐ എന്ന് ഡയറക്റ്റ് ഇ ഐ തന്നെ ഇടാം, വാല്യൂ ഒന്നും എഴുതേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇൻ്റഗ്രൽ ക്യാപിറ്റൽ എം എന്താ? WX ഇൻറ്റു എക്സ് ബൈ ഇ ഐ ഡി എക്സ്. ലിമിറ്റിൽ എവിടെ തൊട്ടാൽ 0 to L വരെ. അപ്പോൾ ഇൻ്റഗ്രലിൽ 0 to L ഇട്ടു. ഇനി ഇതിൻ്റെ WX² അല്ലയോ, അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ WX³ ബൈ 3EI. ഇൻ്റഗ്രൽ ലിമിറ്റ് കൊടുക്കുക അല്ലേ, അപ്പോൾ എക്സിന് L കൊടുക്കുക ബൈ 3EI. ഇതല്ലേ നമ്മളുടെ ആൻസർ. ഇതാണ് നമ്മളുടെ ഡിഫ്ലക്ഷൻ ഓഫ് ദിസ് ബീം അറ്റ് ഫ്രീ എൻഡ് എ. ഡിഫ്ലക്ഷൻ അറ്റ് എയുടെ പ്രോബ്ലമാണ്, ആൻസറാണ് ഇത്. ഓക്കെ.